ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിക്കടുത്ത പാലായിലാണ്. എൻ്റെ പിറകിൽ കാണുന്ന ഈ വീട് മഞ്ചേരിയുടെ ആദ്യ സന്തോഷ് ട്രോഫി താരം ഫിറോസ് കളത്തിങ്ങലിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഈ വീട് ഒരു മ്യൂസിയമാണ്. താൻ കളിച്ചു നേടിയതൊക്കെ അടുക്കി വെച്ചൊരു ഫുട്ബോൾ മ്യൂസിയം. ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഫിറോസ് കളത്തിങ്ങൽ മഞ്ചേരി പുല്ലൂരിലെ കളത്തിങ്ങൽ കുഞ്ഞി മുഹമ്മദിന്റെയും സുബൈദയുടെയും സീമന്തപുത്രൻ. മഞ്ചേരിയുടെ ചരിത്രത്തിലെ ആദ്യ സന്തോഷ് ട്രോഫി താരം. ഒന്നല്ല 5 തവണയാണ് ഫിറോസ് കേരളത്തിനു വേണ്ടി സന്തോഷ് ട്രോഫിയിൽ പന്ത് തട്ടിയത്. ഒരു തവണ ടീമിന്റെ ഉപനായകനുമായി. പുല്ലൂരിലെ തറവാട്ട് വീട്ടിൽ നിന്നും പാലായിലെ ഈ വീട്ടിലേക്ക് ഫിറോസ് താമസം മാറിയിട്ട് 3 വർഷമായി. വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കവേ തന്നെ താൻ കളിച്ചു നേടിയതൊക്കെ അടുക്കി വെച്ചൊരു മ്യൂസിയം ഫിറോസ് സ്വപ്നം കണ്ടിരുന്നു. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനും മറ്റു ടൂർണമെന്റുകളിൽ വിവിധ ടീമുകൾക്കും കളിച്ചിരുന്നപ്പോൾ ധരിച്ചിരുന്ന ജേഴ്സികളും വിവിധ കളികളിൽ കേമനായി നേടിയ ട്രോഫികളും വിവിധ സംഘടനകളുടെ സ്നേഹാദരങ്ങളായി ലഭിച്ച മെമന്റോകളും തൻ്റെ കളികളെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞ പത്രക്കട്ടിങ്ങുകളുമെല്ലാം നിറഞ്ഞതാണ് ഫിറോസിന്റെ ഈ സ്വപ്നഭവനം. പ്രശസ്ത ആർക്കിടെക്ട് നിർമ്മാൺ ഫൈസൽ രൂപകൽപ്പന ചെയ്ത ഈ വീടിന്റെ അകത്തളങ്ങൾ കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം വിസ്മയമാണ്. ഈ കാഴ്ച കാണുന്നവരൊക്കെ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായ ഫിറോസിന്റെ പരിശ്രമത്തിന് സല്യൂട്ട് അടിക്കുമെന്ന് ഉറപ്പാണ്. ഇതാണ് ഈ ഫുട്ബോൾ മ്യൂസിയത്തിന്റെ ഉടമ ഫിറോസ് കളത്തിങ്ങൽ. നമുക്ക് ഇനി അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഫിറോസ് ഭായ്, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നോട്, എൻ്റെ ഒരു സ്വപ്നം, അത് വീട് നിർമ്മിക്കുന്നതിന് മുന്നേ ചെറുപ്പത്തിലെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഞാനൊരു വീട് നിർമ്മിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ കളിച്ചു നേടുന്നതൊക്കെ ഒരു അടുക്കി വെക്കുന്ന ഒരു മ്യൂസിയം ആകുന്നു. അപ്പൊ ഈ മ്യൂസിയം ഇങ്ങനെ അടക്കി വെച്ചിട്ട് നിങ്ങൾ സംതൃപ്തനല്ലേ? തീർച്ചയായിട്ടും, മാഷാ അല്ലാഹ്. പിന്നെ എൻ്റെ ഒരു അംബീഷനായിരുന്നു. അത് ഓരോന്നായിട്ട് കുറെ നടക്കാത്തുണ്ടാവും, പക്ഷെ അതിലുപരി പഠിച്ചത് സഹായിച്ചിട്ട് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, റാഹത്താണ്. ഇതില് ചില വിശേഷിച്ച് ഈ പത്രക്കട്ടിങ്ങുകൾ അത് ചെതലരിക്കാതെ സൂക്ഷിച്ചു എന്നുള്ളത് അതൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ചില ഫുട്ബോൾ താരങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളെ പഴയ പത്രക്കട്ടിങ്ങൾ ഉണ്ടോന്ന്. അപ്പൊ അവര് പറയും അത് ചെതല് പിടിച്ചു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന്. അപ്പൊ ഞാനിപ്പോ മുകളിലും താഴെയൊക്കെ ആയിട്ട് നിങ്ങളെ കുറെ പത്രക്കട്ടിങ്ങൾ പ്രൈം ചെയ്ത് വെച്ചത് കണ്ടു. ഇതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടാതെ എങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചത്? അത് ഇപ്പോ ഞാൻ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു NSS കോളേജിന് അല്ലെങ്കിൽ ഒരു 21 സ്റ്റേറ്റ് ഒക്കെ കളിക്കുന്ന സമയത്താണ് ചെറിയൊരു പത്ര കട്ടിങ് വന്നത്. ഇപ്പോൾ അണ്ടർ 21 ജില്ലാ ടീമിന് കളിക്കുമ്പോൾ ഒരു 9 ഗോളൊക്കെ അടിച്ചിട്ട് ഞാൻ ടോപ്പ് സ്കോർ. അങ്ങനെ ഒരു ഫീച്ചർ വന്നു. അതിനു മുന്നേ NSS കോളേജ് ആദ്യമായിട്ട് ഇന്റർ സോൺ കപ്പടിച്ചപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു. അപ്പോ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാനിത് ഒരു ഇതായിട്ട് എടുത്തു വെച്ചതാണ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു മെമ്മറി എന്നുള്ളത് എടുത്തു വെച്ചതാണ്. പക്ഷെ പിന്നീട് ഞാൻ കളിച്ചിങ്ങനെ കൂടുതൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പോൾ അതിന്റെയൊക്കെ വാർത്തകൾ വരുന്നത് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്ത് വെച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ എൻ്റെ മക്കള്, നമുക്കൊക്കെ ഒരു സമയം ഏജ് ആവും, അപ്പൊ ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര മെമ്മറീസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ എടുത്തു വെച്ച് തുടങ്ങിയതാണ്. ഇത് കാണാൻ കൂട്ടുകാരൊക്കെ വരവുണ്ട്. ഇടക്കിടക്ക് ആൾക്കാരൊക്കെ വരും. ഇപ്പൊ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്, ഞങ്ങളൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇപ്പോ അനസടത്തൊടിക, പിന്നെ സലീല്, മാലിക്, നസീബ്, ഫൈസല്, റൌഫ്, അവര് ഇടക്ക് ഇവിടെ വരവ് ജാവീദ്. അപ്പൊ ഈ ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ കളിച്ചതാണ്. ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അതേമാതിരി ഞാൻ NSS കോളേജിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ജാവി ഞാനായിരുന്നു മലപ്പുറം ജില്ലേന്റെ സ്ട്രൈക്കർ. അങ്ങനെ എല്ലാവരും പരസ്പരം ബന്ധങ്ങളുണ്ട്. ഇപ്പൊ സലി പിന്നെ യൂണിവേഴ്സിറ്റിക്ക് കളിച്ചിട്ടുണ്ട് AGSന്റെ. അപ്പൊ അങ്ങനെയൊക്കെ മാലിക്, KCB, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഞങ്ങൾ കൂടും, ഓരോരോ വീട്ടിൽ കൂടും. അതേപോലെ അല്ലാത്ത ഫ്രണ്ട്സുകളും, എനിക്കിവിടെ മഞ്ചേരി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പുല്ലൂരുണ്ട് എന്റെ നാട്ടില്. അതേപോലെ പിന്നെ പുറത്തുനിന്ന് വരുന്ന ഇപ്പോ കുറെ പിന്നെ
ഫുട്ബോളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മഞ്ചേരി വരുമ്പോൾ വിളിക്കും, ഇവര് വരലുണ്ട്, ഇതൊക്കെ കാണലുണ്ട്. അതുപോലെ ഇപ്പോ കളിച്ച് വളർന്നു വരുന്ന കുട്ടികള് ചില ആൾക്കാർ പറഞ്ഞു കേട്ട് വരലുണ്ട്, അവരിത് കണ്ട് പോലുണ്ട്. അപ്പോ ഇതിന്റെ ഒരു മെയിൻ തന്നെ അതായിരുന്നു. എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഡിസൈനർ ഫൈസൽ നിർമ്മാണം എന്ന് പറയുന്ന ആള് പറഞ്ഞത് എന്നോട് എന്താ വെച്ചാൽ ഇത് ഒരു മോട്ടിവേഷൻ ആണ് കുട്ടികൾക്ക്. ഇതിങ്ങനെ വരുമ്പോ കളിച്ച് വളരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതിലേക്കൊരു ഇൻട്രസ്റ്റ് വരും. പിന്നെ എന്റെ അടുത്ത സുഹൃത്താണ് ഫൈസൽ, അപ്പൊ അങ്ങനെയാണ് ഇത് ഫിക്സ് ആണത്. പക്ഷെ അത് ഭയങ്കര സക്സസ് ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഫുട്ബോൾ കളിച്ചിട്ടാണ് എനിക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഫുട്ബോളിൽ നിൽക്കുന്നത് അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റും പാഷനും കൊണ്ടാണ്. അപ്പോ ഇപ്പോൾ ഈ 40-ാം വയസ്സിലും കേരള പോലീസ് ടീമിലുണ്ട്. കേരള പോലീസ് ടീമിൽ കളിച്ചുകൊണ്ട് ഇരിക്കുന്നതും ആ പാഷൻ. പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആണ്. അപ്പൊ കളിച്ചുകൊണ്ട് നിൽക്കുന്നതും ഈ ഇപ്പത്തെ പിള്ളേരപ്പൊക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടോ വെച്ചാൽ ആ ഫുട്ബോളിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റും പാഷനും. ടീമിന്റെ ഒരു മുതിർന്ന ടീം അംഗമാണല്ലോ. അതെ, തീർച്ചയായിട്ടും യുവ താരങ്ങളെ സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരള പോലീസ് ടീമിന്റെ എല്ലാ പ്ലേയേഴ്സും, ആരും അങ്ങനെ പേരെടുത്ത് പറയാതെ തന്നെ എല്ലാ പ്ലേയേഴ്സും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ നിങ്ങൾക്ക് അറിയാലോ, ഒറ്റയ്ക്ക് കളിക്കാൻ കഴിയില്ല. അപ്പൊ ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നതും അതേപോലെ ഞാൻ കളിക്കുന്നതും. അവര് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും, ഓരോരുത്തരും ഒന്നിനൊന്നിന്. ഒടുവില് KPL കോഴിക്കോട് നടന്ന ഫൈനലില് അല്ലെ മുത്തൂറ്റ് വിൻ ചെയ്തു. മുത്തൂറ്റ് 2-1 വിൻ ചെയ്തു. പോലീസ് റണ്ണറപ്പാണ്. അപ്പൊ അതില് കോച്ചസ് ആയാലും അവിടെ വന്ന എല്ലാ കോച്ചസും, കേരള പോലീസിന്റെ കോച്ചസ്, മാനേജേഴ്സ്, അതേപോലെ നമ്മളെ ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ട്. ഇപ്പൊ സ്പോർട്സ് ഓഫീസർ ഇപ്പോ ശ്രീജിത്ത് സാറാണ് ADGP, ആള് ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇത് പോലീസ് ടീം എന്ന് പറഞ്ഞാല് വലിയൊരു ഫാമിലിയാണ്. അപ്പൊ അതില് നിങ്ങൾക്കറിയാം 50,000 ആൾക്കാർ പോലീസിലുണ്ട്, അതിന്റെ പുറത്തുണ്ട് ആൾക്കാർ. അപ്പൊ ഇങ്ങനെ വലിയൊരു കൂട്ടായ്മയുടെ ഒരു ടീമാണിത്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ വരുന്ന കാറ്റഗറി ഉണ്ട്. ഇപ്പോ ഈ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന CF ലെവലിൽ തൊട്ടിട്ട് ADGP സാറ്, DGP സാറ് ലെവലിൽ വരെയുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ സപ്പോർട്ടാണ് ഈ ടീമിന്. അവരെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ടീം മുന്നോട്ട് പോകുന്നത്. ഈ കോഴിക്കോട് നടന്ന KPL ഫൈനല്, അതില് മുത്തൂറ്റായിരുന്നു നിങ്ങളെ എതിരാളികള്. ആ എതിർ ടീമില് നിങ്ങളൊരു ശിഷ്യന് അബ്ദുസമദ് അല്ലെ, മുമ്പ് ഇന്ത്യൻ കോച്ചിങ് ക്യാമ്പിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുസമദ്, നിങ്ങള് മഞ്ചേരിയിലെ ഏറനാട് ഫുട്ബോൾ അക്കാദമിന്റെ ബ്രാൻഡ് അംബാസഡർ ആണല്ലോ. അവിടുന്നാണ് ഈ അബ്ദുസമദ് നിങ്ങളെ ശിഷ്യനായിട്ടുള്ളത് അല്ലെ? അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ അന്ന് പത്രത്തിലൊക്കെ അത് നിങ്ങളെ രണ്ടാൾ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ റിപ്പോർട്ടായിട്ട് വന്നിരുന്നു. ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് 5 വർഷം മുന്നേ തുടങ്ങുന്ന സമയത്ത് ഈ ബ്രാൻഡ് അംബാസിഡറായ ക്ഷണിച്ചപ്പോ അവിടുന്ന് എന്നോട് ചോദിച്ചപ്പോ എന്താണ് ഉദ്ദേശം എന്ന് പത്രക്കാർ ചോദിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഒരു ഇന്ത്യൻ പ്ലെയർ ഈ മഞ്ചേരി ചുറ്റുവട്ടത്തുനിന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തുടങ്ങുന്നതാണ്. അപ്പൊ 10 വർഷമാണ് ഞാൻ അവരോട് അന്ന് പറഞ്ഞത്. പക്ഷെ 5 വർഷമായപ്പോ തന്നെ ഒരാൾ ക്യാമ്പിൽ വന്നു, അബ്ദുസമദ്. അതേപോലെ അവനിപ്പോ മുത്തൂറ്റിലാണ്. മുത്തൂറ്റ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ക്ലബ്ബാണ്. അപ്പൊ അതില് കളിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് അതൊക്കെ വലിയൊരു സന്തോഷമാണ്. ഞങ്ങൾ ഫൈനലില് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി, അവർക്ക് വിജയം കിട്ടി. ഏറനാട് ഫുട്ബോൾ അക്കാദമി സീനിയർ ടീം ഒരിക്കലും YSL ചാമ്പ്യന്മാരായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഏറനാട് സോക്കർ അക്കാദമി പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ തുടങ്ങിയ അക്കാദമിയാണ്. അപ്പോ മഞ്ചേരിയില്ല. അപ്പൊ അതിന്റെ കോച്ചായിട്ട് ഫറദ് ഉണ്ട്. അതേപോലെ സപ്പോർട്ടേഴ്സ് കോച്ചസ് ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ റാസി ഉണ്ട്, ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജറൊക്കെ ആയിട്ടുണ്ടായിരുന്ന റാസി. അതെ. അപ്പൊ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് അത് പോകുന്നത്. അപ്പൊ അൾട്ടിമേറ്റ് എയിം പറഞ്ഞാല് പ്ലേയേഴ്സ് ഒരുപാട് വരണം. അപ്പൊ അത് കൊണ്ടുവരാൻ അതിന്റെ ഒരു സുഹൃത്തുക്കൾ എന്നോട് പറയുമ്പോ തന്നെ ഞാൻ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്ത തന്നെ എനിക്ക് കളിച്ചു വരുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ആരോടും ഒരു അഡ്വൈസ് ചോദിക്കാനില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. അപ്പോ അത് വരരുത് കുട്ടികൾക്ക്. ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു വേ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല റൂട്ടിൽ പോകുന്നുണ്ട്. ഫിറോസ് കളത്തിങ്ങല് മഞ്ചേരിയിൽ നിന്ന് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കളിച്ച താരമാണ്. അത് ഒരു തവണയല്ല, 5 തവണ. അതിലൊരു പ്രാവശ്യം വൈസ് ക്യാപ്റ്റനുമായിട്ടുണ്ട്. അപ്പോ ഇത്തരമൊരു അക്കാദമിയുടെ ബ്രാൻഡ് അംബാസഡർ ആകുക എന്നുള്ള ആ ആഗ്രഹത്തിന് പിന്നില് തന്റെ നാടിൽ നിന്നും ഇനിയും സന്തോഷ് ട്രോഫി താരങ്ങൾ ഉയർന്നു വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്.
ഏതായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം പാടെ, ഇപ്പൊ നിങ്ങളിപ്പോ ഈ പത്ര കട്ടിങ്ങുകൾ ഉണ്ട്, അതുപോലെ തന്നെ ജെയ്സി, അതുപോലെ തന്നെ മെമന്റോകളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ചില ഫോട്ടോകൾ കണ്ടു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്നും മെമന്റോ വാങ്ങുന്നത്. ഇങ്ങനെ പല പ്രമുഖ വ്യക്തികളിൽ നിന്നും മെമന്റോകളും ആദരവുകളും ഏറ്റുവാങ്ങിയിട്ടുണ്ടല്ലോ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എല്ലാം സന്തോഷമാണ്. ഇപ്പൊ എല്ലാ ആൾക്കാരും എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാരും വിളിക്കും, ആര് വിളിച്ചാലും ഞാൻ പോലുണ്ട്, അവരെ പിന്നെ സ്നേഹാദരവും കൈപ്പറ്റലുണ്ട്. അപ്പൊ അത് ആര് വിളിച്ചാലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെ എല്ലാരും തരുമ്പോ ഭയങ്കര സന്തോഷമാണ്. എല്ലാരും അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അപ്പൊ അടുത്ത് അറിയാനും അല്ലെങ്കിൽ ഇടപഴകാനൊക്കെ ഒരു കിട്ടുന്ന അവസരമാണ്. അപ്പൊ അത് ഞാൻ നല്ല എൻജോയ് ചെയ്യലുണ്ട്. ഇപ്പോഴും ഇവിടെ ഇതേമാതിരി ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഈ മെമന്റോകള്, അതേ പത്രക്കട്ടികൾ, ഇതൊക്കെ ഇനിയും ഇങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ കുടുംബത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് ഇല്ലേ? തീർച്ചയായിട്ടും. കുട്ടികളൊക്കെ നിങ്ങൾക്കറിയാം, എന്റെ ജോലി പോലീസിലാണ്. അപ്പൊ എന്താ വെച്ചാല് ഞാന് അധികം ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവൾക്കാണ്. അവളാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഭാര്യന്റെ പേര് സുമയ്യ. മക്കള് 4 ആളുണ്ട്, 2 ആണും 2 പെണ്ണും. പേര് ഫാത്തിമ ഫഹ്വ, ഫാത്തിമ ഫഹ്മ, ഫാദി മുഹമ്മദ്, ഫാസി മുഹമ്മദ്. അപ്പൊ ഇങ്ങനെ മക്കളെ നോക്കുന്ന ഇടയിൽ അവള് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വലിയ കാര്യമാണ്. കാരണം ഡബിൾ ടാസ്ക് ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു നേരം ഒഴിവുണ്ടാവില്ല. അപ്പോ അതിന്റെ ഇടയിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവൾ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വേറെന്താ പിന്നെ പറയാനുള്ളത്? വേറെ പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ ഒരു കാര്യം വിട്ടുപോയത് എന്താ വെച്ചാല്, ഇപ്പോ മഞ്ചേരി എന്നൊക്കെ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ അരീക്കോട് ഒക്കെ എടുത്തു നോക്കിയാൽ, മമ്പാട് എടുത്തു നോക്കിയാൽ ഈ സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് കയറിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അത് പണ്ട് അങ്ങനെയായിരുന്നു, ജോലിയായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ടീമിലായിരുന്നു ഇത്. അപ്പൊ അന്ന് ഐ ലീഗ് ഉണ്ടെങ്കിലും ISL ഒന്നും ഇല്ല. ഇപ്പത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ ISL ഒക്കെയാണ് എയിം. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മഞ്ചേരി അല്ലെങ്കിൽ എന്റെ സ്ഥലം എന്ന് പറയുന്നത് പുല്ലൂരാണ്. ഞാനിപ്പോ വീട് വെച്ച സ്ഥലമാണ് പുല്ലൂരാണ്. അതേപോലെ ഇവിടെ പാലായി എന്ന് പറയും ഇവിടുത്തെ. അപ്പൊ ഈ പുല്ലൂര് ഒരുപാട് കളിക്കുന്ന നല്ല കളിക്കാരുണ്ട്. അപ്പൊ എന്താ വെച്ചാല് അവരൊക്കെ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് വരണമെന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. ഏതായാലും നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ തീർച്ചയാമാകട്ടെ.